നമ്മളടക്കമുള്ള പല മാതാപിതാക്കളും മക്കളെ നോക്കുവാനോ മക്കളുടെ സഞ്ചാര വഴികൾ ശ്രദ്ധിക്കുവാനും അവർക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനോ അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാനുമുള്ള സമയവും നേരവും നമ്മളടക്കമുള്ള പല മാതാപിതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സത്യം പറഞ്ഞാൽ ഈ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്ന് കണ്ടു. എൻ്റെ ഉമ്മ ചിരിക്കാറ് എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ചിരിക്കുന്ന കാണുമ്പോൾ അടിപൊളി ഉമ്മ ചിരിക്കുന്ന കാണാൻ. എൻ്റെ ഉമ്മ ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും, ഭയങ്കര ഹാപ്പി ആക്കാറ്. ആ ദിവസം ഫുള്ള് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. എനിക്ക് തഹജ്ജുദ് ഇന്ന് സ്കരിക്കണ്ട, നാളെ സ്കരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളെ സ്കരിക്കണതിന് മുന്നേ ഞാൻ മരിച്ചു പോയാലോ. എത്ര മനോഹരമായിട്ടാണ് അവൻ സ്വന്തം ഉമ്മയെക്കുറിച്ച് പറയുന്നത് അല്ലേ? അവൻ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വരുന്ന ഇടർച്ച പോലും നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു എന്നതാണ്. ആ മാതാപിതാക്കൾ വളരെ മനോഹരമായ ഒരു ജീവിത ചുറ്റുപാട് അവന് സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അവൻ്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ, അവൻ പഠിക്കാൻ പോകുന്ന മദ്രസ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ, ഉസ്താദുമാർ, അങ്ങനെ ഒരുപാട് മനോഹരമായ ജീവിത ചുറ്റുപാടുകൾ ആ മാതാപിതാക്കൾ സംവിധാനം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. അത് മറ്റൊന്നുമല്ല, ഇന്നമാ അമ്വാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനവും പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിച്ച മാതാപിതാക്കൾ തുലോം തുച്ഛമാണ്. ഇങ്ങനെ ഈ തുലോം തുച്ഛം വരുന്ന വിജയിച്ച മാതാപിതാക്കളുടെ ഈ ലോകത്തുള്ള നാളെ പരലോകത്തുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്തെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള മക്കളാണ്.